നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ മനുഷ്യജീവിതത്തിൽ കടന്നുപോകുന്ന എല്ലാ ദിവസങ്ങളും ഒരുപോലെയുള്ള സാധാരണ ദിവസങ്ങളല്ല. അതിൽ ചില പ്രത്യേക ദിനങ്ങളുണ്ട്, നമ്മുടെ ഭാഗധേയം അല്ലെങ്കിൽ വിധി തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോന്ന അത്രയും ശക്തമായ ദിവസങ്ങൾ. വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തിട്ടും തടസ്സപ്പെട്ടു കിടക്കുന്ന ഭാഗ്യത്തിന്റെ കവാടങ്ങൾ പെട്ടെന്ന് തുറക്കപ്പെടുകയും ദീർഘനാളത്തെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ശാശ്വതമായൊരു അറുതി വരികയും നമ്മൾ ദൈവത്തോട് കണ്ണീരോടെ ചോദിച്ച പ്രാർത്ഥനകൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുകയും ചെയ്യുന്ന അപൂർവവും അതിശ്രേഷ്ഠവുമായ നിമിഷങ്ങൾ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒരിക്കലെങ്കിലും കടന്നുവരും. അത്തരത്തിൽ ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും സുപ്രധാനമായൊരു സവിശേഷ ദിവസത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. നാളെ, അതായത് ജൂലൈ 13, ജ്യോതിഷശാസ്ത്രപരമായി നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ വളരെ വലിയ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിനമാണ്. ആകാശമണ്ഡലത്തിലെ ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനമാറ്റവും നക്ഷത്രങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന പോസിറ്റീവ് ഊർജ്ജത്തിന്റെ വിന്യാസവും ഒത്തുചേരുന്നതിനാൽ ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വലിയൊരു അനുകൂല മാറ്റത്തിന് നാളെ തുടക്കം കുറിക്കുമെന്നാണ് ജ്യോതിഷപരമായ സൂചനകൾ വ്യക്തമാക്കുന്നത്. ഒരുപാട് മനുഷ്യർ ഇന്ന് മനസ്സിൽ കനത്ത നിരാശയും പേറി വലിയ ചോദ്യചിഹ്നങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത്. എന്റെ ജീവിതത്തിലെ കഷ്ടകാലം എപ്പോൾ അവസാനിക്കുക? ഞാൻ ഇത്രയധികം പ്രാർത്ഥിച്ചിട്ടും എന്റെ വിളി കേൾക്കാൻ ദൈവം കൂടെയില്ലേ? മറ്റുള്ളവരെപ്പോലെ എന്റെ ജീവിതത്തിലും ഒരിക്കൽ നല്ലൊരു കാലം വന്നുചേരുമോ? ഇത്തരത്തിലുള്ള സങ്കടങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ മനസ്സിലും അലയടിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന ആ 7 നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ അത്ഭുതപ്പെടുത്തുന്നതും പോസിറ്റീവുമായ മാറ്റങ്ങൾ കണ്ടുതുടങ്ങാൻ വളരെ ശക്തമായ സാധ്യതയുണ്ട്. വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും പലവിധ തടസ്സങ്ങളാൽ മുടങ്ങിക്കിടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധ്യമാവുക, ദാരിദ്ര്യത്തിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നുമുള്ള പെട്ടെന്നുള്ള പുരോഗതി, തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത വലിയ നേട്ടങ്ങൾ, വിട്ടുമാറാത്ത കടബാധ്യതകളിൽ നിന്നും ലോണുകളിൽ നിന്നുമുള്ള ആശ്വാസം, കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവും ഉണ്ടാവുക, അപ്രതീക്ഷിതമായി കൈവരുന്ന വലിയ ഭാഗ്യാവസരങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒരു അനുഗ്രഹമെങ്കിലും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രകടമായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ജ്യോതിഷഫലങ്ങൾ എന്നു പറയുന്നത് പൊതുവായ പ്രപഞ്ച സൂചനകൾ മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും കൃത്യമായ ജനനസമയം, ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ദശ, അപഹാരം, ജാതകത്തിന്റെ നിലവിലെ സ്ഥിതി എന്നിവയ്ക്കനുസരിച്ച് ഈ പൊതുഫലങ്ങളിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കാനുള്ള ഒരു ആത്മീയ ജ്യോതിഷ മാർഗനിർദ്ദേശമായി മാത്രം സ്വീകരിക്കുക. ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമുക്ക് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കാം, നാളെ മുതൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ യോഗമുള്ള ആ 7 നക്ഷത്രക്കാർ ആരൊക്കെയാണ്? അവരുടെ വ്യക്തിജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും എന്തെല്ലാം ഗുണപരമായ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ഏത് ദൈവത്തെ അല്ലെങ്കിൽ ദേവതയെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാലാണ് ഈ ഭാഗ്യത്തിന്റെ തീവ്രത കൂടുതൽ ശക്തമാക്കാൻ സാധിക്കുക? ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യം തന്നെ ആ ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണി, രോഹിണി, മകയിരം, പൂരം, അനിഴം, ഉത്രട്ടാതി, രേവതി. ഇനി നമുക്ക് ഈ ഓരോ നാളുകാരുടെയും ഫലങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാം. 7 നക്ഷത്രക്കാരുടെ വിശദമായ ഫലങ്ങൾ. 1. ഭരണി നക്ഷത്രം. ഏറ്റവും ആദ്യമായി നമ്മൾ പ്രതിപാദിക്കുന്നത് 27 നക്ഷത്രങ്ങളിൽ രണ്ടാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ജൂലൈ 13 മുതൽ ഭരണി നാളുകാരുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന നല്ല മാറ്റങ്ങൾ കണ്ടുതുടങ്ങാൻ യോഗമുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ മനസ്സിലൊതുക്കിവെച്ച വലിയ സങ്കടങ്ങളും കനത്ത മാനസിക ഭാരങ്ങളുമായിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത്. എത്രയൊക്കെ കഠിനമായി പരിശ്രമിച്ചിട്ടും കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുന്നില്ല എന്നൊരു വലിയ നിരാശ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ നാളെ മുതൽ ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്വാധീനം നിങ്ങളുടെ ജാതകത്തിൽ പ്രതിഫലിക്കുന്നതുവഴി തൊഴിൽ രംഗത്തും സാമ്പത്തിക മേഖലയിലും കുടുംബജീവിതത്തിലും ക്രമേണ വളരെ നല്ലൊരു സാഹചര്യം രൂപപ്പെട്ടുവരും. തൊഴിലില്ലാതെ അലഞ്ഞിരുന്നവർക്ക് പുതിയ ഉദ്യോഗം ലഭിക്കാനും ബിസിനസ്സിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ പോന്ന പുതിയ വലിയ അവസരങ്ങൾ കൈവരാനും പകുതി വഴിയിൽ മുടങ്ങിപ്പോയ കാര്യങ്ങളിൽ പെട്ടെന്ന് പുരോഗതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാർ ഈ സമയത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് മുന്നിൽ നാരങ്ങാവിളക്ക് സമർപ്പിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആത്മീയമായും മാനസികമായും വലിയ ഗുണങ്ങൾ നൽകും. 2. രോഹിണി നക്ഷത്രം. അടുത്തതായി വിശദമായി പറയാനുള്ളത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെക്കുറിച്ചാണ്. ജൂലൈ 13 എന്ന ഈ സുദിനം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയുടെയും വിജയത്തിന്റെയും ഒരു പുതിയ അധ്യായം തന്നെ കുറിക്കപ്പെടാൻ സാധ്യതയേറെയാണ്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പണക്ഷാമവും കാരണം ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും പദ്ധതികളും മാറ്റിവെക്കേണ്ടി വന്നവരാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ ഇപ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മാറി മുടങ്ങിക്കിടന്ന ആ പഴയ പദ്ധതികൾ
വീണ്ടും സജീവമായി മുന്നോട്ടു കൊണ്ടുപോകാൻ ആവശ്യമായ അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും തനിയെ രൂപപ്പെട്ടുവരും. കുടുംബത്തിൽ ഏറെ നാളായി കേൾക്കാൻ ആഗ്രഹിച്ച സന്തോഷകരമായ നല്ല വാർത്തകൾ വന്നുചേരാനും ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് അർഹമായ അംഗീകാരവും പ്രശംസയും ലഭിക്കുവാനും ദൂരയാത്രകളോ വിദേശയാത്രകളോ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ മറുപടികൾ ലഭിക്കുവാനും വലിയ സാധ്യതയുണ്ട്. രോഹിണി നാളുകാർ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വെണ്ണ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും കാര്യവിജയത്തിനും ഏറെ സഹായകരമായി ഭവിക്കും. 3. മകയിരം നക്ഷത്രം. ഇനി അടുത്തതായി മൂന്നാമത്തെ ഭാഗ്യനക്ഷത്രമായി പറയാനുള്ളത് മകയിരം നക്ഷത്രക്കാരെക്കുറിച്ചാണ്. ജൂലൈ 13 മുതൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അർഹമായ ഫലവും വലിയ അംഗീകാരവും സമൂഹത്തിൽ നിന്നും തൊഴിൽദാതാക്കളിൽ നിന്നും ലഭിച്ചു തുടങ്ങുന്ന നല്ലൊരു സമയമായിരിക്കും ഇത്. ഇതുവരെ ഞാൻ ചെയ്ത കഠിന പരിശ്രമങ്ങളും ത്യാഗങ്ങളും ഒട്ടും വെറുതെ ആയില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്ന ചില നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വരും. വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ പോലും സാമ്പത്തികമായി ഉണ്ടാകുന്ന ചെറിയ പുരോഗതികൾ പോലും നിങ്ങളുടെ മനസ്സിന് വലിയ ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകും. സ്വന്തമായി വ്യാപാരമോ ബിസിനസ്സോ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ഉപഭോക്താക്കളെ കസ്റ്റമേഴ്സ് ആകർഷിക്കാൻ സാധിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഓഫീസുകളിൽ ഉയർന്ന ഉത്തരവാദിത്തങ്ങളും അതോടൊപ്പം പുതിയ പ്രമോഷൻ അവസരങ്ങളും വന്നുചേരാൻ സാധ്യത കാണുന്നുണ്ട്. മകയിരം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് ജലധാര വഴിപാടായി കഴിക്കുകയും മനസ്സിരുത്തി ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് അശാന്തി നിറഞ്ഞ മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകുന്ന ഉത്തമമായ ആത്മീയ മാർഗമാണ്. 4. പൂരം നക്ഷത്രം. അടുത്തതായി പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ജൂലൈ 13 മുതൽ നിങ്ങൾ ഏറെ നാളുകളായി മനസ്സിൽ വിചാരിച്ച് കാത്തിരുന്ന പല സങ്കീർണമായ കാര്യങ്ങൾക്കും ഒരു കൃത്യമായ തീരുമാനവും വ്യക്തതയും ലഭിച്ചു തുടങ്ങും. കുടുംബത്തിൽ ദീർഘനാളായി നിലനിന്നിരുന്ന കല്ലുകടികളും വഴക്കുകളും മാറി സമാധാന അന്തരീക്ഷം കൈവരുവാനും പ്രിയപ്പെട്ട ബന്ധങ്ങൾക്കിടയിൽ പല കാരണങ്ങളാൽ ഉണ്ടായിരുന്ന അകൽച്ചകൾ കുറഞ്ഞ് പരസ്പര സ്നേഹവും ഐക്യവും തിരികെ വരാനും ഈ സമയം തുണയ്ക്കും. ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മികച്ച അവസരങ്ങൾ വന്നുചേരും. ധനപരമായ ഇടപാടുകളിൽ ഇനിയുള്ള സമയങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധയും അച്ചടക്കവും പുലർത്തിയാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ സാമ്പത്തിക പുരോഗതികൾ ഭാവിയിൽ വലിയ സമ്പാദ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ ആത്മവിശ്വാസം പൂർണ്ണമായും തിരികെ ലഭിക്കുന്ന നല്ലൊരു കാലമായിരിക്കും ഇത്. പൂരം നക്ഷത്രക്കാർ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദേവിയുടെ പാദങ്ങളിൽ താമരപ്പൂവ് സമർപ്പിച്ച് ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ ധനസൃഷ്ടിക്കും പുരോഗതിക്കും കാരണമാകുന്ന മികച്ചൊരു ഭക്തിയാചാരമാണ്. 5. അനിഴം നക്ഷത്രം. അഞ്ചാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ജാതകഫലങ്ങളെക്കുറിച്ചാണ്. ജൂലൈ 13 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വിജയങ്ങളുടെ പുതിയ വാതിലുകൾ തുറക്കപ്പെടാൻ ശക്തമായ സാധ്യതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കഠിനമായി ജോലി ചെയ്തിട്ടും നിങ്ങൾക്ക് ലഭിക്കാതെ പോയ അർഹമായ അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ഈ സമയത്ത് നിങ്ങളെ തേടിവരും. ഒപ്പം തന്നെ സമൂഹത്തിലെ സ്വാധീനമുള്ള പുതിയ വ്യക്തികളുടെ വലിയ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തിക നിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നതിന്റെ ശുഭസൂചനകൾ ജാതകത്തിൽ കാണുന്നുണ്ട്. മാനസികമായ സമ്മർദ്ദങ്ങളും ടെൻഷനുകളും പൂർണ്ണമായി കുറയുകയും എന്തു കാര്യവും ധൈര്യത്തോടെ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷകരമായ പല നല്ല തീരുമാനങ്ങളും എടുക്കാൻ സാധ്യതയുള്ള സമയമാണിത്. അനിഴം നക്ഷത്രക്കാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് പാലഭിഷേകം വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിലും വേഗത്തിലും നടന്നുകിട്ടാൻ ഏറെ സഹായകരമായിരിക്കും. 6. ഉത്രട്ടാതി നക്ഷത്രം. ആറാമതായി പറയാനുള്ളത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ സവിശേഷ ഫലങ്ങളാണ്. ജൂലൈ 13 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ നാളായി യാതൊരു പുരോഗതിയുമില്ലാതെ മരവിച്ചു കിടന്നിരുന്ന പല സുപ്രധാന കാര്യങ്ങളും വീണ്ടും വേഗത കൈവരിച്ച് അനുകൂലമായി ചലിക്കാൻ തുടങ്ങും. ജോലി മേഖലയിലായാലും ബിസിനസ്സിലായാലും വിദ്യാർത്ഥികളുടെ പഠനകാര്യങ്ങളിലായാലും പുതിയ വലിയ അവസരങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടിവരും. നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് കൃത്യമായ പ്രതിഫലവും വിലയും ലഭിക്കുന്ന നല്ലൊരു സമയമാണിത്. പെട്ടെന്ന് ഫലം കിട്ടാത്തതിൽ നിരാശപ്പെടാതെ പൂർണ്ണമായ ക്ഷമയോടും ദൈവവിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോയാൽ വലിയ ജീവിത മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഉത്രട്ടാതി നക്ഷത്രക്കാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ഭക്തിയോടെ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ കാലയളവിൽ ആത്മീയമായി വലിയ ശുഭഫലങ്ങളും തടസ്സമില്ലായ്മയും പ്രദാനം ചെയ്യും. 7. രേവതി നക്ഷത്രം. ഇനി അവസാനമായി 27ാമത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. ജൂലൈ 13 മുതൽ രേവതി നാളുകാർക്ക് ജീവിതത്തിൽ പുതിയ പല നല്ല തുടക്കങ്ങൾക്കും വഴിയൊരുങ്ങുന്ന സുവർണ സമയമായിരിക്കും.
സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘനാളായി അനുഭവിച്ചിരുന്ന അസ്ഥിരതകൾ മാറി കൂടുതൽ ഭദ്രതയും സുരക്ഷിതത്വവും കൈവരിക്കാൻ സാധിക്കും. കുടുംബാംഗങ്ങൾ തമ്മിൽ വലിയ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ദീർഘകാലമായി നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്വപ്നമായി കൊണ്ടുനടന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യത്തിലേക്ക് മുന്നേറും. വിദേശയാത്രകൾക്കോ വിദേശ പഠനത്തിനോ വിദേശത്ത് ജോലിക്കോ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ആ മേഖലകളിൽ നിന്നും വളരെ അനുകൂലമായ മറുപടികളും ശുഭവാർത്തകളും ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. മനസ്സിനെ അലട്ടിയിരുന്ന അനാവശ്യ ഭയങ്ങളും ആശങ്കകളും ക്രമേണ മാറി ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ വർദ്ധിക്കും. രേവതി നക്ഷത്രക്കാർ പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിലോ തൊട്ടടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലോ ദർശനം നടത്തി ഭഗവാന് തുളസിമാല സമർപ്പിച്ച് ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വരുംകാല ജീവിതത്തിന് ഏറെ ശ്രേയസ് നൽകും. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മളിവിടെ വിശദീകരിച്ച ഈ 7 ഭാഗ്യനക്ഷത്രക്കാരുടെ ഫലങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലോർത്തു ഒരിക്കലും അഹങ്കരിക്കാനോ അമിതമായി ആഹ്ലാദിക്കാനോ മുതിരരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നക്ഷത്രം ഈ ലിസ്റ്റിൽ ഇല്ലെന്ന് കണ്ട് ആരും തന്നെ ഒട്ടും വിഷമിക്കേണ്ടതോ നിരാശപ്പെടേണ്ടതോ ആയ കാര്യവുമില്ല. കാരണം ദൈവത്തിന്റെ കാരുണ്യവും അനുഗ്രഹവും എന്ന് പറയുന്നത് കേവലം ചില നക്ഷത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത നല്ല കർമ്മങ്ങളും കറകളഞ്ഞ ഈശ്വരവിശ്വാസവും എവിടെയുണ്ടോ അവിടെ ദൈവാനുഗ്രഹം വരാൻ അല്പം വൈകിയാലും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് എത്തിച്ചേരുക തന്നെ ചെയ്യും. ജൂലൈ 13 എന്ന ഈ വിശുദ്ധവും സവിശേഷവുമായ ദിവസം നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. അവിടെ ഭഗവാന്റെ നടയിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വഴിപാടായി പറഞ്ഞ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ പുണ്യദിനത്തിൽ നിങ്ങൾ മനസ്സുരുകി ചെയ്യുന്ന ഒരു ചെറിയ പ്രാർത്ഥന പോലും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ വലിയ തടസ്സങ്ങളും ദോഷങ്ങളും മാറിപ്പോകാൻ കാരണമാകട്ടെയെന്ന് നമുക്കേവർക്കും ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ ഭാഗ്യനക്ഷത്രങ്ങളിൽ ഒന്ന് നിങ്ങളുടേതാണെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിന്റെ പേരും ഒപ്പം ഭഗവത് നാമമായ ഓം നമോ നാരായണായ എന്നും ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തുവാൻ ദയവായി മറക്കരുത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ആത്മീയവും ജ്യോതിഷപരവും ഹൈന്ദവ വിശ്വാസപരവുമായ കൂടുതൽ നല്ല അറിവുകൾ നിങ്ങളിലേക്ക് വേഗത്തിലെത്തിച്ചേരുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.